നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ വിശുദ്ധന്മാരായ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനം. വീണ്ടും G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനവുമായി നിങ്ങളുമായി കൂട്ടായ്മ ആചരിപ്പാൻ ഭാഗ്യം തന്ന ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനം. നാം രാജകീയ പുരോഹിതവർഗമാണ്. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. അന്ധകാരത്തിലായിരുന്നു, അത്ഭുത പ്രകാശത്തിലേക്ക് വന്നു. സ്വയം വന്നതല്ല, ദൈവം നമ്മളെ കൊണ്ടുവന്നു. ദൈവപുത്രൻ വെളിച്ചമാകുന്നു, ആ വെളിച്ചത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവവചനത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ കഴിഞ്ഞ നാളുകൾ ദൈവവചനം ചിന്തിച്ചുകൊണ്ടിരുന്നത്. പഴയ നിയമത്തിൽ മോശെ മുഖാന്തരം ഇസ്രായേൽ ജനങ്ങൾക്ക് കൊടുത്തതായ ന്യായപ്രമാണത്തിലെ കൽപ്പനകളെല്ലാം നമ്മളുടെ രാജകീയ പുരോഹിതവർഗത്തിന്റെ പ്രധാന പുരോഹിതൻ, ശ്രേഷ്ഠ മഹാപുരോഹിതൻ രത്നം ചുരുക്കമായി ഒരു കൽപ്പന തന്നിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അവസാനത്തെ വാക്യത്തിൽ നാം കാണുന്നത് പോലെ ഇസ്രായേൽ ജനങ്ങൾക്ക് ദൈവ ന്യായപ്രമാണം കൊടുക്കുമ്പോൾ അന്നത്തെ കാലത്തും പൗലോസിന്റെ കാലത്തും ജാതീയ ലോകത്തിലുണ്ടായിരുന്ന ദൈവങ്ങൾ ആരൊക്കെയാണ്, പൂജാവിഷയങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത്. അല്പം കൂടെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് തുടരുന്നു. 15-ാമത്തെ അക്കാലത്തെയും അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെയും ആരാധനാമൂർത്തി മെരോദാക്ക് ആയിരുന്നു. യിരെമ്യാ പ്രവചനം 50:2. ഈ പേരിനെ മരണം, ഡെത്ത് എന്നത്ര അർത്ഥം. ബാബിലോന്യരുടെ കാവൽ ദേവനായിരുന്നു മെരോദാക്ക്. ബാബിലോൺ ചക്രവർത്തിയായിരുന്ന നെബൂഖദ്നേസർ ദൂരാസമഭൂമിയിൽ പൊന്നുകൊണ്ടുണ്ടാക്കി സർവ്വജനങ്ങളെയും നമസ്കരിക്കേണ്ടതിന് വിളിച്ചു വരുത്തിയ ബിംബം മെരോദാക്കിൻ്റെതായിരുന്നു. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ടാണ് പറഞ്ഞത്, മരണദേവനാകുന്ന ഈ മെരോദാക്കിനെ വീണ് നമസ്കരിക്കാത്തവർ മരിക്കും, കൊല്ലപ്പെടും എന്ന് പറഞ്ഞതിന്റെ സാരം. 16-ാമത്തെ പൂജാവിഷയം മോലേക്ക്. ലേവ്യ പുസ്തകം 18-ാം അധ്യായം 21-ാമത്തെ വാക്യം. രാജാവ്, പ്രഭു, കിങ്, ലോർഡ് എന്നൊക്കെയാണ് ഈ പേരിന്റെ അർത്ഥം. ഹിന്ദി ഭാഷയിലെ മാലിക് എന്ന പദം അല്പമെങ്കിലും ഹിന്ദി അറിയാവുന്ന വ്യക്തികൾക്ക് അറിയാവുന്നതാണ്. ഈ മോലേക്ക് എന്ന പദത്തിന്റെ വിവർത്തന പദമാണ് മാലിക്. ഇതിന്റെ പര്യായ പദം അത്രേ മാലിക്. ഇത് അമോന്യരുടെ പ്രധാന ദൈവം അത്രേ. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 11-ാം അധ്യായം 7-ാമത്തെ വാക്യം. മിൽക്കോം എന്നും ഇതിന് നാമകരണം ഉണ്ട്. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 11:5-31. എന്ത് പറയുവാനാണ്? മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് ആലയത്തിൽ ദൈവദേശ് ഇറങ്ങി സ്വന്തം കണ്ണുകൊണ്ടും കൂടിയിരുന്ന ജനം മുഴുവനും കണ്ട അദൃശ്യനായ ദൈവത്തെ ആരാധിച്ചിറങ്ങിയ ശലോമോൻ പിൽക്കാലത്ത് ചെയ്ത ചെയ്വന ഇത്ര ദോഷം വരുത്തുന്നതായിരുന്നു. അവൻ ഈ ദേവീദേവന്മാർക്കൊക്കെ അതാത് ദേശങ്ങളിൽ നിന്നും ഭാര്യമാരായി കൊണ്ടുവന്ന സൗന്ദര്യമതികളായിരുന്ന സ്ത്രീകൾക്ക് കൊട്ടാരങ്ങളും ദൈവം കൊടുത്ത പണം കൊണ്ട കൊട്ടാരങ്ങളും ദൈവത്തിന്റെ വാഗ്ദത്ത സ്ഥലത്ത് അന്യദേവന്മാരുടെ ആരാധനാ കേന്ദ്രങ്ങളും ഉണ്ടാക്കി. 17-ാമത് നെബോ. യെശയ്യാ പ്രവചനം 46:1. പ്രവാചകൻ അഥവാ പ്രോഫറ്റ് എന്നാണ് ഈ പേരിന്റെ അർത്ഥം. നബി എന്ന പേര് നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നെബോ എന്ന ബാബിലോന്യ പദത്തിൽ നിന്നാണ് നബി എന്ന പദം ഉണ്ടായിരിക്കുന്നത്. നബി അർത്ഥാൽ പ്രവാചകൻ എന്ന പദം ഈ പദത്തിന്റെ പര്യായ പദം അത്രേ. ആകയാൽ നെബോദേവന്റെ പ്രതിമ പ്രതിഷ്ഠിച്ചിരുന്ന മലയിൽ തങ്ങളുടെ ഭാവി അറിയുവാൻ ആഗ്രഹിക്കുന്ന നാനാജാതി മതസ്ഥർ വ്രതം ആചരിച്ച് അവിടെ കയറി ചെല്ലുകയും നേർച്ച കാഴ്ചകൾ അർപ്പിച്ച് അപേക്ഷകൾ അറിയിക്കുകയും അവിടെ കൂടിയിരിക്കുന്ന പുരോഹിതന്മാർ, ജാതീയ പുരോഹിതന്മാർ, മന്ത്രവാദി ശ്രേഷ്ഠന്മാർ പലവിധമായ വിഷയങ്ങൾ കാണിച്ചും കൊടുത്തും ചെയ്തും അവർക്ക് ആലോചന പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഇതാണ്
നെബോദേവനെ സംബന്ധിച്ച് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന അന്ധവിശ്വാസം. 18ാമത്തെ പൂജാ വിഷയം പുറത്തുള്ളതല്ല, ഇസ്രയേൽ ജനങ്ങളുടെ നടുവിൽ തന്നെയുള്ളതാണ്. നെഹുഷ്ടാൻ, രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 18-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഇസ്രയേൽ ജനം അഗ്നിസർപ്പത്തിന്റെ കടിയിൽ നിന്നും അതിനാലുണ്ടായ മരണത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കേണ്ടതിന് പാളയത്തിൽ ഉയർന്ന മഹാവിലാപത്തിന്റെ ഉത്തരമായി ദൈവനിർദ്ദേശപ്രകാരം മോശെ ഉണ്ടാക്കിയ പിച്ചള സർപ്പത്തെ വാഗ്ദത്തദേശത്ത് കൊണ്ടുവരികയും മരുഭൂമിയിൽ നിന്ന് യോർദാൻ കടന്ന് വന്ന ജനം അതിനെ കൂടെ കൊണ്ടുവരികയും അവരുടെ ഇടയിൽ സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്തു. ന്യായാധിപന്മാരുടെ കാലത്ത് മുഴുവൻ അത് രഹസ്യമായി സൂക്ഷിച്ചിരുന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇസ്രയേൽ ജനങ്ങളിൽ ചിലർ അതിനെ ഒരു പീഠമുണ്ടാക്കി അതിൽ പ്രതിഷ്ഠിച്ച് അതിന് ധൂപം കാട്ടി വന്നു. എന്നാൽ ദൈവഭക്തനായിരുന്ന ഹിസ്കിയാവ് ദേശത്തുണ്ടായിരുന്ന സകല പൂജാഗിരികൾക്കും പൂജാ വിഗ്രഹങ്ങൾക്കും പൂജാ സ്തംഭങ്ങൾക്കും അശേരാ പ്രതിഷ്ഠങ്ങൾക്കും നിലനിൽപ്പില്ലാതെ വെട്ടി മുറിച്ച് തകർത്ത് കളഞ്ഞ കൂട്ടത്തിൽ നെഹുഷ്ടാനെയും തകർത്ത് കളഞ്ഞു. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. 19ാമത്തെ ആരാധനാമൂർത്തി നെർഗാൽ എന്നാണ്. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 17-ാം അധ്യായം 30-ാമത്തെ വാക്യം. വീരൻ, ഹീറോ എന്നാണ് ഈ പേരിന്റെ അർത്ഥം. യുദ്ധം, ക്ഷാമം, പ്രശ്നങ്ങൾ എന്നിവ വരുന്നതിനുള്ള കാരണം ഈ ദൈവത്തെ ആരാധിക്കാത്തത് കൊണ്ടാകുന്നു എന്ന് ജനങ്ങളുടെ ഇടയിൽ മിഥ്യാബോധം വരുത്തി ജനങ്ങളെ കൊണ്ട് അതിന്റെ പുരോഹിതന്മാർ ഇവയെ ആരാധിക്കുകയും ഭജിപ്പിക്കുകയും അതിന് അവർ പണം കൊടുത്ത് നേർച്ച കാഴ്ചകൾ നടത്തുകയും ചെയ്യുമായിരുന്നു. 20ാമത്തെ പൂജാവിഷയത്തിന്റെ പേര് നിസ്രോക്ക് എന്നാണ്. യെശയ്യാവിന്റെ പ്രവചനം 37-ാം അധ്യായം 38-ാമത്തെ വാക്യം. പേരിന്റെ അർത്ഥം മഹാകഴുകൻ, ഗ്രേറ്റ് ഈഗിൾ, വൾച്ചർ എന്നൊക്കെയാണ്. സെനാഖരീവിന്റെ പൂജാവിഷയമായിരുന്നു നിമ്രോദ്. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 19:37, യെശയ്യാവിന്റെ പ്രവചനം 37-ാം അധ്യായം 38-ാമത്തെ വാക്യം. അടുത്ത പൂജാവിഷയത്തിന്റെ പേര് കേൾക്കുക, റിമ്മോൻ. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 5-ാം അധ്യായം 18. മാതള നാരങ്ങ, പാമർഗ്രാനേറ്റ് എന്നായിരുന്നു ഈ പേരിന്റെ അർത്ഥം. ആരാമ്യരുടെ ഒരു ദൈവമായിരുന്നു ഇത്. കാരണം അവരുടെ ദേശത്തെ കൃഷി വിഭവങ്ങളിൽ ഏറ്റവും പ്രസിദ്ധവും അവർക്ക് വിറ്റ് വിപണി നടത്തി ലാഭമുണ്ടാക്കിയതും മാതള നാരങ്ങ ആയിരുന്നതുകൊണ്ട് അതിന്റെ രൂപത്തിൽ റിമ്മോൻ ദേവനെ ഉണ്ടാക്കിയവർ ആരാധിച്ചു. 22ാമത്തേതിന് പേര് തമ്മൂസ് എന്നാണ്. യെഹെസ്കേൽ പ്രവചനം 8:14. ജീവന്റെ മുള, സ്പ്രൗട്ട് ഓഫ് ലൈഫ് എന്നാണ് ഈ പേരിന്റെ അർത്ഥം. തമ്മൂസ് എന്ന പേരിന്റെ അർത്ഥം ഒരിക്കൽ കൂടെ പറയാം, ജീവന്റെ മുള. നമ്മൾക്ക് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, ഇശായിയുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടി പുറപ്പെടുമെന്ന്. സ്പ്രൗട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. ബാബിലോണ്യർ, അശൂര്യർ മുതലായ ദേശക്കാർ തമ്മൂസിനെ ആരാധിച്ചു വന്നിരുന്നു. തമ്മൂസ് ആരാധിച്ച വ്യക്തികളുടെ കൂട്ടത്തിൽ ആട്ടിടയന്മാർ, കാവൽക്കാരെല്ലാം അവരുടെ ആടുകളെ കാവലിട്ട ശേഷം തമ്മൂസ് ദൈവത്തെ വിളിച്ച് രാത്രി പ്രാർത്ഥിക്കും, തമ്മൂസേ, ദുഷ്ടമൃഗങ്ങളിൽ നിന്നും മറ്റും ഞങ്ങളുടെ ആടുകളെ സൂക്ഷിച്ചു കൊള്ളണമേ എന്ന്. ബാബിലോന്യർ അതുകൊണ്ടാണ് ഇതിനെ ആരാധിച്ചു വന്നിരുന്നത്. കാലക്രമേണ യെരുശലേം നിവാസികളും ഇതിന്റെ പ്രതിമയെ ആരാധിച്ചു വന്നതായിട്ടും ആലയത്തിൽ പ്രതിഷ്ഠിച്ചതായിട്ടും ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. ഇவ்விധത്തിൽ ഇവയല്ലാതെ മറ്റനവധി ദേവീദേവന്മാർ പഴയ നിയമകാലത്തും ഇസ്രായേൽ ജനം മിസ്രൈമിൽ ആയിരുന്നപ്പോഴും മരുഭൂമിയിൽ വന്നപ്പോഴും വാഗ്ദത്തദേശത്ത് എത്തിയ ശേഷവും ആരാധിച്ചു വന്നിരുന്നു. അവയെ അശേഷം നശിപ്പിച്ചു കളയണമെന്നും അവയെ നമസ്കരിക്കരുതെന്നും അവയുടെ പേര് പോലും ഉച്ചരിക്കരുതെന്നും
കർശനമായ കൽപ്പന ആയിരുന്നു യഹോവയാം ദൈവം മോശയിൽ കൂടി തന്റെ ജനമായ ഇസ്രയേലിനെ കൊടുത്ത രണ്ടാമത്തെ കൽപ്പന. തന്റെ ജനം തങ്ങളുടെ ദൈവമായ യഹോവയെ മാത്രം, യഹോവയല്ലാതെ യാതൊന്നിനെയും ആരാധിക്കരുത്. എങ്ങനെ ആരാധിക്കണം? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. അതിന് ഭാഗമായി വേറെ ഒരു ആരാധനാമൂർത്തിയെയും ആരാധിപ്പാൻ ദൈവം അനുവദിച്ചിരുന്നില്ല. നാം ജനിച്ചു വളർന്ന ഹിന്ദുദേശത്തും 33,000 ദേവീ ദേവന്മാരും 6,000 കോടി അസുരഗണങ്ങളും ജീവിതകാലം മുഴുവൻ പറഞ്ഞാലും തീർക്കാത്തതും കാണാപ്പാഠം പഠിപ്പാൻ കഴിയാത്തതും 1.5 കിലോഗ്രാം വെയിറ്റുള്ള തലച്ചോറിൽ 10 ദശലക്ഷം കോടി കോശങ്ങൾ ഉൾപ്പെട്ട മനുഷ്യ മനസ്സിലും തലച്ചോറിലും ഉൾക്കൊള്ളുവാൻ കഴിയാത്തത്രയും ദേവീദേവന്മാരുണ്ടല്ലോ. എന്നാൽ ഇവയിൽ ഒന്നിനെ പോലും ഒരു സത്യ നമസ്കാരി തന്റെ ഹൃദയത്തിൽ ആരാധനയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിക്കരുത്. യോഹന്നാൻ 4:24 വാക്യത്തിൽ കർത്താവ് ഇതുകൊണ്ടാണ് ഈ ദൈവവചനം ഉപേക്ഷിച്ച് സത്യ നമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം എന്ന്. രാജകീയ പുരോഹിത വർഗമാകുന്ന ദൈവജനങ്ങളുടെ ആരാധന യോഹന്നാൻ 4:20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് പോലെ വ്യക്തിപൂജ, തലസ്ഥാന മന്ദിര പൂജ, ഹെഡ്ക്വാർട്ടേഴ്സ് പൂജ, സഭാ ഹോൾ സ്ഥാപിച്ച സ്ഥാപകന്റെ നാമത്തെ ആരാധിക്കുക, ആ ഫോട്ടോ വീട്ടിൽ വെച്ച് അതിന് ബഹുമാനം കൊടുക്കുക. ഏത്? സ്ഥാപക നേതാവിന്റെ പടം. കുടുംബത്തിന്റെ പാരമ്പര്യ പൂജ, അച്ഛൻ പൂജ, അമ്മ പൂജ, മാതാവിന്റെ ബഹുമാനം, പിതാവിന്റെ പേരിട്ട് അതിന് ബഹുമാനം, വലിയച്ഛൻ, ചെറിയച്ഛൻ, കൊച്ചച്ഛൻ, വലിയ തിരുമേനി, കൊച്ചു തിരുമേനി, ബാബാ തിരുമേനി ഇത്യാദിയുള്ള പേരുകൾ മാറ്റി മാറ്റി വേറെ വേറെ എത്ര വിധത്തിലുള്ള ബഹുമാന നാമങ്ങൾ ഇന്നത്തെ ആത്മീയഗോളത്തിൽ നിൽക്കുന്നവരെന്ന് പറയുന്നവർ തന്നെ ആരാധിച്ചു വരുന്നു. എന്തിനധികം പട്ടത്വ സഭകളെ മാത്രമല്ല, പെന്തക്കോസ് സഭകളിലും ഇങ്ങനെയുള്ള വ്യക്തി പൂജകൾ നടക്കുന്നില്ലേ? ദൈവം വന്നാലും എഴുന്നേൽക്കാത്തവർ, പ്രസിഡന്റ് കയറി വരുമ്പോൾ എഴുന്നേൽറ്റ് കണ്ടിട്ടില്ലേ? ഇപ്പോഴത്തെ ആത്മീയ ഗോളത്തിൽ ഇടുകയും വിളിക്കുകയും സ്വയം എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന പേരുകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. റവറന്റ്, ഡോക്ടറ്, റൈറ്റ് റവറന്റ്, മോസ്റ്റ് റവറന്റ്, ഹിസ് എക്സലൻസി, കർദിനാൾ, ബിഷപ്പ്, ആർച്ച് ബിഷപ്പ്, എപ്പിസ്കോപ്പ, സിസ്റ്റർ, റവറന്റ് സിസ്റ്റർ, ഡീക്കൻ, ആർച്ച് ഡീക്കൻ, ഷമ്മാച്ചൻ, അച്ഛൻ, വല്യച്ഛൻ, ഇങ്ങനെ നീണ്ടുപോകുന്നു ബഹുമാന നാമങ്ങൾ. ദൈവവചനത്തിൽ നിന്നും ഒരൊറ്റ വചനം രാജകീയ പുരോഹിത വർഗത്തിന് എഴുതപ്പെട്ടിരിക്കുന്ന 27 പുസ്തകങ്ങളിൽ എവിടെയെങ്കിലും വിധത്തിലുള്ള പേര് കാണിപ്പാൻ ആർക്കെങ്കിലും കഴിയുമോ? ഞാൻ പഠിച്ചിടത്തോളം കാലം അങ്ങനെ ഒരു ബഹുമാന നാമവും അപ്പസ്തലനായിരുന്ന പത്രോസ് തൊട്ട് 26-ാമത്തെ പുസ്തകം എഴുതിയ യൂദ വരെയുള്ള ഒരു വ്യക്തിക്കും കൊടുത്തതായിട്ട് തിരുവചനത്തിൽ എഴുതിയിട്ടില്ല. അറിവാനും പ്രസംഗിപ്പാനും വ്യാഖ്യാനിപ്പാനും കഴിഞ്ഞില്ലെങ്കിലും നീളക്കുപ്പായവും അംശവടിയും പലവിധ രൂപം, നിറം, ആകൃതിയുള്ള ശിരോവസ്ത്രം, തൊപ്പി, കിരീടം എന്നിവ ധരിച്ച് അംഗരക്ഷകരോടുകൂടി വരുന്നവർക്ക് കൊടുക്കുന്ന സ്ഥാനമാനങ്ങളും ബഹുമാനങ്ങളും എന്തൊക്കെയാകുന്നു എന്ന് നിങ്ങൾ കാണുന്നല്ലോ. 3 ചങ്ങലകൾ തോളിൽ കൂടെ നെഞ്ചത്തേക്കിട്ട് 3 കുരിശുകൾ കൂടെ വെച്ച് ഒരു സർപ്പവടിയും പിടിച്ചുകൊണ്ടുവരുന്ന വ്യക്തിയുടെ മുൻപിൽ നമ്രശിരസ്കരായി വണങ്ങി നിൽക്കുന്ന പെന്തക്കോസ്തുകാരും അങ്ങനെയുള്ളവരെ വിളിച്ച് കൺവെൻഷനുകളിൽ മുഖ്യാസനം കൊടുത്തിരുത്തുന്നവരും ഇന്നത്തെ വേർപെട്ടവരുടെ കൂട്ടത്തിൽ ഇല്ലേ? അതേസമയം മുകളിൽ കണ്ട വേഷവിധാനങ്ങൾ, പുറമൂടികൾ, തലപ്പാവുകൾ, സ്ഥാനചിഹ്നങ്ങൾ ഒന്നും ഇല്ലാത്തതെങ്കിലും ദൈവവചനം
ആധികാരികതയോടുകൂടെ വ്യാഖ്യാനം ചെയ്ത് പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ ദൈവദാസന്മാരെ മുകളിൽ കണ്ട ഉന്നതന്മാർ വിളിക്കുന്നത് ഒരു അധിക്ഷേപ സ്വരത്തിൽ ഊദേശി എന്നാണ്. തെറ്റിദ്ധരിക്കരുത് ദയവ് ചെയ്ത്. വചനം പ്രസംഗിക്കുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ അത് പഠിക്കേണ്ടതുപോലെ പഠിക്കണം. വേർപെട്ടവർ എന്ന സ്വയാഭിമാനം കൊള്ളുന്ന പെന്തക്കോസ്തുകാരുടെ നടുവിൽ ഉൾപ്പെടെയുള്ള സ്ഥാനനാമങ്ങളിൽ ചിലതുകൂടെ പറയാതിരിക്കാൻ കഴിയുകയില്ല. ഒന്നാമത് റവറന്റ് എന്നാണ്. പ്രാഥമികമായി ഈ പദത്തിന്റെ അർത്ഥം നിഘണ്ടുവിൽ ഉള്ളത് എന്താകുന്നുവെന്ന് ഞാൻ വായിക്കാം. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അത് നിങ്ങളും ഏതെങ്കിലും ഒരു ഡിക്ഷണറിയിൽ നോക്കണം. ഭക്ത്യാദരങ്ങൾ പ്രകടിപ്പിക്കുന്നത്, ഭക്ത്യാദരങ്ങൾക്കും ആദരവിനും യോഗ്യതയുള്ളത്, ആദരവിനർഹർ, ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തി, ബഹുമാനമായി ജീവിക്കുന്നവൻ എന്നൊക്കെയാണ് ഈ പദത്തിന്റെ നിഘണ്ടുവിലെ അർത്ഥം. ഈ പദത്തിന് തിരുവെഴുത്തിലുള്ള അർത്ഥം എന്താകുന്നുവെന്ന് വീക്ഷിക്കാം. നിങ്ങൾ എന്റെ ശബ്ബത്ത് നാൾ പ്രമാണിക്കുകയും എന്റെ വിശുദ്ധ മന്ദിരത്തോട് ഭയഭക്തി, അവിടെ കൊടുത്തിരിക്കുന്ന പദം റെവറൻസ് എന്നാണ്, ഉള്ളവർ ആയിരിക്കണം. അതായത് അവരുടെ ദൈവമായ യഹോവയുടെ തിരുനിവാസം എഴുന്നള്ളി വസിക്കുന്ന ആലയം അഥവാ വിശുദ്ധ മന്ദിരത്തോടുള്ള ദൈവത്തിന്റെ സാങ്ച്വറിയോടുള്ള ഭയഭക്തിയാണ് ലേവ്യ പുസ്തകം 19:30 റെവറൻസ് എന്ന പദം കൊണ്ട് അർത്ഥം ആക്കുന്നത്. മനുഷ്യരെ ബഹുമാനിക്കരുതെന്നല്ല, അവർക്ക് ന്യായമായ ബഹുമാനം കൊടുക്കണം. എന്നാൽ ദൈവത്തിന് കൊടുക്കുന്ന സ്ഥാനവും മാനവും റെവറൻസും ആർക്കും കൊടുക്കുവാൻ തിരുവചനം അനുവദിക്കുന്നില്ല. രണ്ടാമതൊരു പദം, നിങ്ങൾ എന്റെ ശബ്ബത്തുകൾ ആചരിക്കുകയും എന്റെ വിശുദ്ധ മന്ദിരം മൈ സാങ്ച്വറി ബഹുമാനിക്കുകയും, അവിടെയും എഴുതിയിരിക്കുന്ന പദം റെവറൻസ് എന്നാണ്. ഞാൻ യഹോവയാകുന്നു, അതുകൊണ്ട് എന്റെ ശബ്ബത്തിന് നിങ്ങൾ ബഹുമാനം കൊടുക്കണം, എനിക്കും നിങ്ങൾ ബഹുമാനം തരണം. ലേവ്യ പുസ്തകം 26-ാം അധ്യായം 2-ാമത്തെ വാക്യം. മൂന്നാമത്, ഒരുവൻ ബഹുമാനിക്കപ്പെടേണ്ട ബഹുമാനിതന്റെ മുൻപിൽ അവന്റെ ബഹുമാനത്തെ അഥവാ റെവറൻസിനെ എപ്രകാരമാണ് വെളിപ്പെടുത്തുന്നത് എന്ന് കാണുക. 2 കാലും മുടന്തനായി തീർന്ന മെഫീബോശത്ത് ദാവീദ് രാജാവിന്റെ മുൻപിൽ കൊണ്ടുവരപ്പെട്ടപ്പോൾ ദാവീദിന്റെ മുൻപിൽ സാഷ്ടാംഗം വീണു. ഹി ഫെൽ ഓൺ ഹിസ് ഫേസ്, അവനെ വീണ് നമസ്കരിച്ചു. അവന്റെ ബഹുമാനത്തെയാണ് റെവറൻസ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ശമൂവേൽ 2-ാമത്തെ പുസ്തകം 9-ാം അധ്യായം 6-ാമത്തെ വാക്യം. നാലാമത്, ബത്ശേബ സാഷ്ടാംഗം വീണു, ബൗഡ് വിത്ത് ഹെർ റെവറൻസ് ടു ദി എർത്ത്, താഴെ കിടന്ന് ബഹുമാനിച്ചു എന്ന് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. വാക്കിന്റെ അർത്ഥം ഗ്രഹിക്കണം. റെവറൻസ് എന്ന പദത്തിന്റെ അർത്ഥം, ആ റെവറൻസ് വാങ്ങിക്കുന്ന വ്യക്തിയെയാണ് റെവറന്റ് എന്ന് വിളിക്കേണ്ടത്. അടുത്തതായി കാണുന്ന 5-ാമത്തെ കാര്യം, ശൂശൻ രാജധാനിയിലുള്ള സേവകന്മാരെല്ലാം അവിടെ ഉണ്ടായിരുന്ന മറ്റ് പ്രഭുക്കന്മാരുടെ ഇരിപ്പിടത്തിൽ അവർ കടന്നു പോകുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക മാത്രമല്ല, താഴെ വീണ് കുമ്പിട്ട് നമസ്കരിച്ചു. ബൗ ഡൗൺ ആൻഡ് റെവറൻസ്ഡ് ദം. എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഹാമാന്മാരാണോ ഇന്നത്തെ ആത്മീയഗോളത്തിലുള്ളവർ? അല്ലെങ്കിൽ രാജകൊട്ടാരത്തിൽ പ്രവേശിച്ച് വേല ചെയ്യുന്ന, സേവ ചെയ്യുന്ന, ശുശ്രൂഷ ചെയ്യുന്ന രാജാവിന്റെ ശ്രേഷ്ഠന്മാരായവരാണോ ഇന്നത്തെ ആത്മീയഗോളത്തിൽ ഒരു വേദപുസ്തകവും എടുത്ത കഴുത്തിൽ ഒരു ബാഗിൽ തോളിലിട്ടുന്ന വെള്ളവസ്ത്രവും ധരിച്ചുകൊണ്ട് 50-60 പേരുള്ള ഒരു സഭയിൽ ശുശ്രൂഷിക്കുന്ന വ്യക്തി അല്ല. അവർ കേവലം മനുഷ്യർ മാത്രമാണ്. പൗലോസും പത്രോസും ഒക്കെ വീണ് നമസ്കരിച്ചവരെ എഴുന്നേൽപ്പിച്ച് പറഞ്ഞ ചരിത്രം വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അരുത്, നിങ്ങൾ ആരാധിക്കേണ്ട ദൈവത്തെയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് തുല്യരായ മനുഷ്യരാണെന്നാണ്. എന്നാൽ മൊർദെഖായി അവനെ കുമ്പിട്ട് നമസ്കരിക്കായികയാൽ he did not bow down before him and reverenced him. അവൻ കോപം നിറഞ്ഞു. അതിന് ദോഷവും ഇന്നത്തെ ആത്മീയഗോളത്തിലെ റെവറന്റുമാരുടെ മുൻപിൽ ആരാധന നടത്തിയാൽ മാത്രമേ ബഹുമാനം ലഭിക്കുകയുള്ളൂ എന്നുള്ളത് മറക്കരുത്. റെവറന്റ് എന്നുള്ള പദം ദൈവത്തിന്റെ പേര് മാത്രമാണ്. കർത്താവേ, വചനം അറിയുവാൻ ഞങ്ങൾക്ക് കൃപ തന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കണം.
എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.